നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ബീഹാറിൽ കോൺഗ്രസിനേറ്റ വൻ പരാജയത്തെ തുടർന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ പിടി സംഘടനയിൽ അതീവ ദുർബലമായി എന്നുള്ള സംസാരങ്ങൾ കോൺഗ്രസിനുള്ളിൽ അരങ്ങേറുകയാണല്ലോ. ഇതിൽ സന്തോഷിക്കുന്ന ഒരു നേതാവ് കേരളത്തിലുണ്ട്. അതും മറ്റാരുമല്ല, VD സതീശൻ തന്നെയാണെന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പലരും അടക്കം പറയുന്നത്. KC വേണുഗോപാലിൻ്റെ ഡൽഹിയിലെ നില ദുർബലമായത് VD സതീശനെ ഒട്ടൊന്നുമല്ല സന്തോഷിപ്പിക്കുന്നത്. കാരണം പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം ഇളക്കാൻ അല്ലെങ്കിൽ VD സതീശന് മൂക്ക് കയറിടാൻ KC വേണുഗോപാൽ വലിയ തോതിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നുവെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും VD സതീശനെതിരെ ഇളക്കി വിട്ടത് AICC ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാൽ ആയിരുന്നത്രേ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന് വെച്ചാൽ KC വേണുഗോപാലാണ്. ഇവിടെയുള്ളവർക്ക് എന്തു പരാതിയും ചെന്ന് ഡൽഹിയിൽ പറയണമെങ്കിൽ അത് KCയുടെ മുൻപിലേ പറയാൻ കഴിയുകയുള്ളൂ. അഥവാ ഇനി രാഹുൽ ഗാന്ധിയെയും മല്ലികാർജുന ഖാർഗെയെയും കണ്ടാലും അവർ പറയാൻ പോകുന്നത് KCയെ കൂടി കാണൂ എന്നാണ്. അങ്ങനെ കേരളത്തിലെ കോൺഗ്രസിനെ ഇട്ട് കൈകളിൽ അമ്മാനമാടുകയായിരുന്നു KC വേണുഗോപാൽ. എന്നാൽ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടുകൂടി KC വേണുഗോപാൽ കാറ്റുപോയ ബലൂണായി. അങ്ങനെയാണ് സംഹാരരുദ്രനായി VD സതീശൻ സടകുടഞ്ഞ് എഴുന്നേറ്റത്. തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അടുപ്പിക്കാതിരിക്കാൻ KC വേണുഗോപാൽ ചെയ്ത പണികളെല്ലാം സതീശന് നന്നായി അറിയാമത്രേ. രാഹുൽ മാങ്കൂട്ടം വിഷയം ആളിക്കത്തിച്ചതും രാഹുലും ഷാഫിയും തനിക്കെതിരെ തിരിയുകയും അങ്ങനെ തനിക്കെതിരെ വൻ സൈബർ ആക്രമണങ്ങളും മറ്റും ഉണ്ടാവുകയും ചെയ്തതിൻ്റെ ബുദ്ധികേന്ദ്രം മറ്റാരുമല്ലെന്ന് VD സതീശന് നന്നായി അറിയാമെന്നാണ് ചില കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് KC വേണുഗോപാലിൻ്റെ നില ഹൈക്കമാൻഡ് ദുർബലമായപ്പോൾ തലയുയർത്തി തിരിച്ചടിക്കാനാണ് VD സതീശൻ ഇപ്പോൾ ഒരുങ്ങുന്നത്. തൻ്റെ അനുയായികളെ മുഴുവൻ തന്നിൽ നിന്ന് അകറ്റി തന്നെ ഒറ്റപ്പെടുത്തി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കാനുള്ള ശക്തി പോലും ചോർത്തിക്കളഞ്ഞ KC വേണുഗോപാലിനെതിരെ ഇനി നാവടക്കിയിരിക്കുന്ന പ്രശ്നമില്ല എന്നാണ് VD സതീശൻ പറയുന്നത്. KCയുടെ നില ദുർബലമായതിനെ തുടർന്ന് അതിശക്തമായൊരു നീക്കം VD സതീശൻ കേരളത്തിൽ നടത്തുന്നുണ്ടത്രേ. കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ UDFും കോൺഗ്രസും പ്രഖ്യാപിച്ചിട്ടില്ലെന്നും KC വേണുഗോപാലിന് വേണമെങ്കിൽ കേരളത്തിൽ എപ്പോൾ വേണമെങ്കിലും വരാമെന്നുമുള്ള സതീശൻ്റെ ഒളിയമ്പ് അക്ഷരാർത്ഥത്തിൽ KCയെ ഒന്ന് കളിയാക്കാനും താറടിക്കാനും വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. കാരണം VD സതീശൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിലും UDFിലും ശക്തനായി മാറിയിരുന്നു. തൃക്കാക്കര, പാലക്കാട്, പുതുപ്പള്ളി, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസും UDFും വൻ വിജയം നേടിയിരുന്നു. അങ്ങനെ ആ വിജയത്തിൻ്റെ പ്രധാന അവകാശി നേതാവ് VD സതീശൻ തന്നെയാണെന്ന് വന്നപ്പോഴാണത്രേ KC വേണുഗോപാൽ കളം മാറ്റിയത്. സതീശനെ പ്രതിപക്ഷ നേതാവാക്കാൻ കളി കളിച്ച KC വേണുഗോപാൽ സതീശനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിട്ട് പൂട്ടാനുള്ള കളിയും തുടങ്ങി. അങ്ങനെയാണ് സതീശൻ്റെ ഇടത്തും വലത്തു നിന്ന ഷാഫിയെയും രാഹുൽ മാങ്കൂട്ടത്തിലെയും തെറ്റിച്ച് അപ്പുറത്തെത്തിക്കുകയും അവരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അവരുടെ അണികളുടെ നേതൃത്വത്തിൽ രാഹുലിനെതിരെ ചില ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അതിനെ രാഹുലിനെ സംരക്ഷിക്കാനും രാഹുലിനെ പ്രതിരോധിക്കാനും തയ്യാറാകാതിരുന്ന VD സതീശനെതിരെ വലിയ സൈബർ ആക്രമണങ്ങളാണ് അക്കാലത്ത് നടന്നത്. ഈ സൈബർ ആക്രമണങ്ങളുടെ എല്ലാത്തിനും പിന്നിൽ രാഹുലിൻ്റെയും ഷാഫിയുടെയും അണികളാണെന്നാണ് സതീശനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. ഏതായാലും തന്നെ കേരളത്തിലെ കോൺഗ്രസിൽ അരികുവൽക്കരിച്ച് ഒന്നും ആകാതിരിക്കാൻ അല്ലെങ്കിൽ ഒന്നും ആക്കാതിരിക്കാൻ ശ്രമിച്ച KC വേണുഗോപാലിന് കൃത്യമായൊരു മറുപടി നൽകാൻ ഇപ്പോൾ VD സതീശൻ ഒരുങ്ങുന്നുവെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. KCയുടെ ശക്തി ഡൽഹിയിൽ ക്ഷയിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഇനി താൻ അടങ്ങിയിരുന്നിട്ട് കാര്യമില്ലെന്നും കൃത്യസമയമാണ്, അതുകൊണ്ട് സമയം നോക്കി ആക്രമിക്കുന്നതാണ് നല്ലതെന്നുള്ള രീതിയിൽ KC വേണുഗോപാലിനെതിരെയുള്ള നീക്കങ്ങൾ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ VD സതീശൻ ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. VD സതീശനോട് ചോദിക്കാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുമതിയോ അദ്ദേഹത്തിൻ്റെ ഇടപെടലോ ഒന്നുമില്ലാതെയാണ് KPCC ഭാരവാഹികളുടെ ലിസ്റ്റൊക്കെ പ്രഖ്യാപിച്ചത്. KPCC ഭാരവാഹികളുടെ ലിസ്റ്റിൽ KC വേണുഗോപാൽ പറഞ്ഞ ആളുകൾക്ക് മാത്രമാണ് സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞതും. ഇത് നിയമസഭാ കക്ഷി നേതാവും UDF ചെയർമാനുമായ സതീശനെ വല്ലാതെ ദേഷ്യപ്പെടുത്തിയിരുന്നു. പക്ഷേ ആ സമയത്ത് KC വേണുഗോപാലിനെതിരെ ഒന്നും മിണ്ടുക സാധ്യമല്ലല്ലോ. എന്നാൽ ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ KCക്കെതിരെ ഉയർന്നുകൂടുന്ന വലിയ അസംതൃപ്തിയെ
തനിക്ക് അനുകൂലമാക്കി തീർക്കാനുള്ള നടപടിയുമായി വി ഡി സതീശൻ മുന്നോട്ട് പോവുകയാണ്. ദേശീയ തലത്തിൽ പല കോൺഗ്രസ് നേതാക്കളും രാഹുൽ ഗാന്ധിയോട് അടുപ്പമുള്ളവർ വരെ ഇപ്പോൾ കെ സി വേണുഗോപാലിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറ്റിയ സമയമാണെന്നും കെ സിക്കെതിരെ ആഞ്ഞടിക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോഴാണ് നടത്തേണ്ടതെന്നും തിരിച്ചറിഞ്ഞ വി ഡി സതീശൻ ഇപ്പോഴിതാ കനത്ത കെ സി വിരുദ്ധ നീക്കവുമായി മുന്നോട്ട് പോവുകയാണ്. ഒരു കാലത്ത് ഒരുമിച്ച് നിന്നവർ നേരത്തെ തന്നെ രണ്ട് ഭാഗത്തായെങ്കിലും ഇപ്പോൾ തൻ്റെ ത്രാസാണ് കൂടുതൽ തൂങ്ങി നിൽക്കുന്നത്, അതിലാണ് ഖനമെന്ന് മനസ്സിലാക്കിയ വി ഡി സതീശൻ, അല്ലെങ്കിൽ കെ സി വേണുഗോപാലിന് ഇപ്പോൾ പണ്ടത്തത്ര പ്രതാപവും ശക്തിയും ഇല്ലാന്ന് മനസ്സിലാക്കിയ വി ഡി സതീശൻ കെ സിയെ പൂട്ടാനുറച്ച് മുന്നോട്ട് നീങ്ങുകയാണ്.